രാഹുൽ എഫക്റ്റ് നാളെ എന്ത് സംഭവിക്കും? 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആ ഫലം നാളെ വരാൻ പോവുകയാണ്. നാളെ ഏതാണ്ട് ഒരു 11 മണിയോടുകൂടി നമുക്ക് കൃത്യമായ ഒരു വിവരം ലഭിക്കും. രാവിലെ 8 മണിയോടുകൂടി തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും. ആ ഫലപ്രഖ്യാപനത്തിന്റെ തലേ ദിവസം നമ്മൾ ചില കാര്യങ്ങളൊന്ന് ചിന്തിക്കാൻ പോവുകയാണ്. നമുക്കറിയാം, നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടുന്നത്, ഏതാണ്ട് 30% ജനങ്ങൾ വോട്ട് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതിന് പല കാരണങ്ങളുണ്ട്. വലിയ രാഷ്ട്രീയ പ്രതിവാദങ്ങളും സംവാദങ്ങളും അവകാശവാദങ്ങളും ഒക്കെ നടത്തുമ്പോഴും ഈ കേരളത്തിലെ 30% ജനങ്ങൾ വോട്ട് ചെയ്തിട്ടില്ല, അതിൽ ചിലർക്കെങ്കിലും വോട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുന്നത് വളരെ ഗൗരവതരമായി നമ്മൾ കണക്കാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. പലർക്കും ഈ രാഷ്ട്രീയത്തോട് തന്നെ ഒരു അറപ്പും വെറുപ്പും ഒരു പൊളിറ്റിക്കൽ ഫ്രിജിഡിറ്റി ബാധിച്ചിട്ടുണ്ട് എന്ന് വേണം പറയുവാൻ. കാരണം അത്രത്തോളം ഈ സംവിധാനത്തോട് ജനങ്ങൾക്ക്, ഈ പാർട്ടിസാൻ പൊളിറ്റിക്സിനോട് ജനങ്ങൾക്ക് ഒരു വെറുപ്പായി എന്ന് ചുരുക്കം. കാരണം ഇതിനെ ജനാധിപത്യം എന്ന് പോലും വിളിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് അധപ്പതിച്ചു പോയി എന്ന് വേണം പറയുവാൻ. ഒന്നാം ഘട്ടം തെരഞ്ഞെടുപ്പ് നടന്ന തെക്കൻ ജില്ലകളിൽ 70.91% വോട്ടിംഗ്. എന്നാൽ ഡിസംബർ 11 നടന്ന രണ്ടാം ഘട്ട പോളിംഗിൽ വടക്കൻ ജില്ലകളിൽ എത്തിയതോടെ അത് 75.85% പോളിംഗ് ആയി മാറി. ഇരു മുന്നണികളും ഇത് തങ്ങൾക്ക് അനുകൂലമാണ് എന്നൊക്കെ മുൻവർഷങ്ങളിലെ കണക്കുകളും അനുഭവങ്ങളിലും ഒക്കെ നിരത്തി വാഗ്വാദങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ പോലും ഇത്തവണ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. കഴിഞ്ഞ 10 കൊല്ലം ഈ കേരളത്തെ ഭരിച്ചു മുടിച്ചു കുട്ടിച്ചോറാക്കിയ ഈ പിണറായി സർക്കാരിനോടുള്ള ആ ഭരണകൂട വിരുദ്ധ വികാരം ആളിക്കത്തി അതിന്റെ പരമോച്ചകോടിയിൽ എത്തി നിൽക്കുന്ന ഈ സമയം UDF-നെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ ഒരു അവസരം അവർക്ക് ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകാനും പോകുന്നില്ല. കാരണം അത്രത്തോളം പിണറായി വിജയൻ എന്ന് പറയുന്ന ആ നരാധമന്റെ ആ വൃത്തികെട്ട ഭരണത്തിൽ, ആ ഏകാധിപതിയുടെ വൃത്തികെട്ട ഭരണത്തിൽ ജനങ്ങൾ പൊറുതിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവർ എങ്ങനെയെങ്കിലും ഏത് കുറ്റിച്ചൂല് നിന്നാലും അവന്മാരെ ജയിപ്പിക്കണം, ഈ പിണറായിയെയും സംവിധാനത്തെയും താഴെ ഇറക്കണം എന്ന ഒരു വികാരത്തോടെ അവർ മുന്നോട്ട് പോവുകയായിരുന്നു. അപ്രകാരം ഏറ്റവും അനുകൂലമായ, ഏറ്റവും വലിയ ആന്റി ഇൻക്യുംബൻസി ഫാക്ടർ നിൽക്കുന്ന സമയം, അതുപോലെ തന്നെ BJP-യെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത തരത്തിലുള്ള ഒരു നേതൃത്വ ശോഷണം, ഒരു നേതാവില്ലാത്ത അവസ്ഥ, ഒരു കോർഡിനേഷൻ ഇല്ലാത്ത അവസ്ഥ. ഒരു രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണെന്ന് ഓർക്കണം. എല്ലാ സംവിധാനങ്ങളും റിസോഴ്സസും ഫണ്ടും റിസോഴ്സസും എല്ലാം ഉണ്ടെങ്കിൽ പോലും ഒരു സംസ്ഥാന അധ്യക്ഷൻ എന്ന് പറയുന്നത് ഇതുപോലൊരു പരാജയം, ഇതുപോലൊരു കോർഡിനേഷൻ കപ്പാസിറ്റി ഇല്ലാത്ത ഒരാൾ ഈ പാർട്ടിയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അതും ചുരുക്കം പറഞ്ഞാൽ UDF എന്ന മുന്നണി സംവിധാനത്തിന് വലിയൊരു അനുകൂല ഘടകമായി മാറേണ്ടുന്ന ഒരവസ്ഥയായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത്. എന്നാൽ ഈ അവസ്ഥയെ എൻകാഷ് ചെയ്യുവാൻ ഈ കോൺഗ്രസ് നേതൃത്വത്തിന് സാധിച്ചോ എന്നതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്, ചിന്തിക്കുന്നത്. ഇത്രയും ആന്റി ഇൻക്യുംബൻസി ഫാക്ടർ, പ്രത്യേകിച്ച് ശബരിമലക്കുള്ള ലോകമെമ്പാടുമുള്ള മലയാളികളുടെ മനസ്സിൽ അയ്യപ്പന്റെ സ്വർണം മുതൽ ദ്വാരപാലക ശില്പങ്ങൾ കട്ടള വരെ അടിച്ചുകൊണ്ടുപോയ ആ സ്വർണ്ണക്കൊള്ളയ്ക്ക്, തീവട്ടിക്കൊള്ളയ്ക്ക് നേതൃത്വം കൊടുത്ത അതിന്റെ നേതാവായ പിണറായി വിജയനെയും സംഘത്തെയും ചവിട്ടി പുറത്താക്കുവാൻ ആദ്യത്തെ അവസരം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായ, അതിന്റെ ചൂണ്ടുപലകയായ, അതിന്റെ ദിശാസൂചികയായ ഈ തദ്ദേശ പോരാട്ടത്തിൽ കനത്ത തിരിച്ചടി കൊടുക്കുവാൻ പറ്റാവുന്ന ഏറ്റവും വലിയ സുവർണാവസരമായിരുന്നു ഇവരുടെ മുന്നിലുണ്ടായിരുന്നത്. എന്നാൽ ആ ശബരിമല തീവട്ടിക്കൊള്ളയും മറ്റ് തട്ടിപ്പുകളും സകല സർക്കാർ സംവിധാനങ്ങളിലും നിറഞ്ഞാടുന്ന അഴിമതിയും സ്വജനപക്ഷപാതവും, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇന്ന് നോക്കുക, ഈ 10ാം വർഷത്തിലെത്തി നിൽക്കുമ്പോൾ എത്ര പേർക്ക് ഈ സർക്കാരിലുള്ള മന്ത്രിമാരെ അറിയാം, എത്ര MLA-മാരുടെ പേരറിയാം? അറിയാവുന്നത് പിണറായി വിജയൻ എന്ന ഏകാധിപതിയെ മാത്രം. അത്രത്തോളം
ഒരു ഏകാധിപത്യ രീതിയിൽ ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിച്ച ഈ ഭരണകൂടത്തെ തൂത്തെറിയുവാൻ പറ്റുന്ന എല്ലാ അനുകൂല കാലാവസ്ഥയും ഉണ്ടായിട്ടും ഇവിടെ ചർച്ചാ വിഷയമായത് എന്താണ്? സംശയലേശമന്യേ പറയാം, കഴിഞ്ഞ 4 മാസമായി ഈ കേരളത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരേ ഒരു വിഷയവും ഏറ്റവും കൂടുതൽ ജനങ്ങളെ സ്വാധീനിച്ച വിഷയം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട ഒരു വിഷയവുമാണ്. നമുക്കറിയാം, ഒരു അടിവസ്ത്രം കിട്ടിക്കഴിഞ്ഞാൽ അതുപയോഗിച്ച് എങ്ങനെ ഭരണം അട്ടിമറിക്കാമെന്ന് കാണിച്ചു തന്ന ഒരു സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നത്. ഒരു അടിപ്പാവാടയുടെ ബലത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിനെ അട്ടിമറിച്ച ഒരു ഭരണകൂടമാണ് ഇവിടെ ഉള്ളത്. അതിന് കൂട്ടുനിന്ന 2016 സരിതയെ ഇറക്കി ഉമ്മൻചാണ്ടി സർക്കാരിന്റെ തുടർഭരണത്തെ അട്ടിമറിച്ച ആ വി ഡി സതീശൻ എന്ന് പറയുന്ന ആ വൃത്തികെട്ടവൻ 2026 അത് ആവർത്തിക്കാൻ പോവുകയാണ് എന്ന് ഞങ്ങൾ ഇത് മനസ്സിലായ അന്ന് മുതൽ ഞങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് i2i ന്യൂസ്. അതിനുവേണ്ടി ഈ നരാധമന്റെ ലക്ഷ്യവും ഇത് ഏത് ലക്ഷ്യത്തിലോട്ടാണ് പോകുന്നതും കണ്ടു മനസ്സിലാക്കിയാണ് ഞങ്ങൾ മിഷൻ 60 ആദ്യമേ ആരംഭിച്ചു. അതിനുശേഷം മിഷൻ 250 ആരംഭിച്ചു. ഇന്ന് അതിന്റെ 61ാം ദിനമാണ്. ഇന്നും ഞങ്ങൾ ആവർത്തിച്ചു പറയുന്നു, ഇത് അപകടത്തിലേക്കാണ് ഈ സംസ്ഥാനം പോകുന്നത്. ഈ സംസ്ഥാനത്തെ അപകടത്തിലേക്ക് നയിക്കുന്നത് ഈ വി ഡി സതീശൻ എന്ന് പറയുന്ന വൃത്തികെട്ടവനാണ്. അതായത് ഈ 10 വർഷത്തെ ആ കനത്ത ആന്റി ഇൻകുംബൻസി ഫാക്ടർ അതിനെ ലയിപ്പിച്ച് ഇല്ലാതാക്കി രാഹുൽ വിഷയത്തിലേക്ക് ഇതിനെ എല്ലാം കൊണ്ടെത്തിച്ചത് ഈ വി ഡി സതീശൻ എന്ന് പറയുന്ന ഒരു വൃത്തികെട്ടവനാണെന്ന് അന്നും ഇന്നും നാളെയും ഞങ്ങൾ ആവർത്തിച്ചു പറയും. കാരണം അതാണ് സത്യം. ആ സത്യം ഓരോ ദിവസവും വെളിവായിക്കൊണ്ടിരിക്കുന്നു. ഈ കഴിഞ്ഞ 4 മാസക്കാലം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇഷ്യൂവിന്റെ ഇമ്പാക്റ്റ് എത്രത്തോളം ഉണ്ടാക്കി എന്നതിൻ്റെ ഒരു വിലയിരുത്തലാകും നാളത്തെ തിരഞ്ഞെടുപ്പ് ഫലം. ഇത്രയും ആന്റി ഇൻക്യുമൻസി ഫാക്ടർ ആളിക്കത്തി നിൽക്കുമ്പോൾ, ഭരണകൂട പരാജയങ്ങൾ നിലനിൽക്കുമ്പോൾ, സ്വജനപക്ഷപാതവും തീവട്ടിക്കൊള്ളയും ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വിഷയവും എല്ലാം ആളിക്കത്തി നിൽക്കുമ്പോഴും ഒരു നേരിയ പരാജയമാണ് അവർക്കുണ്ടാകുന്നതെങ്കിൽ പോലും നമുക്ക് അനുമാനിക്കാം രാഹുൽ ഇമ്പാക്ട് യാതൊരു തരത്തിലും ഭരണകൂടത്തെ ബാധിച്ചില്ല. ഈ ആരോപണങ്ങളൊന്നും ഇതിനെ ഒരു രാഷ്ട്രീയ ടൂളാക്കി ഭരണപരാജയം മറയ്ക്കുവാൻ വേണ്ടി ഇടത് സർക്കാർ നടത്തിയ നാടകമാണ് എന്നൊന്നും ജനങ്ങൾ കരുതിയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുപോലെ UDF നമ്മൾ ആദ്യമേ പറഞ്ഞു, ചരിത്രത്തിൽ ഇല്ലാത്ത വിധം ഏറ്റവും വലിയ ഒരു അനുകൂലമായ ഒരു കാലാവസ്ഥയാണ് നിലവിൽ ഉള്ളത് എന്ന്. കാരണം BJP അമ്പെ തകർന്നു നിൽക്കുന്നു. ശബരിമല അയ്യപ്പന്റെ വരെ ദ്വാരപാലക ശില്പങ്ങൾ വരെ അടിച്ചുമാറ്റിയ, കട്ടളപ്പടി വരെ അടിച്ചുമാറ്റിയ ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് നേതൃത്വം കൊടുത്ത പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഒരു തീവട്ടി സർക്കാരിനെ ജനങ്ങൾ വെറുത്തു മടുത്തു എന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണം, അല്ലെങ്കിൽ അപ്രകാരം ഒരു വികാരം ജനങ്ങളിൽ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് നാളെ UDF ഉജ്ജ്വല വിജയം നേടാനായെങ്കിൽ മാത്രമാണ്. അതല്ല എങ്കിൽ അർത്ഥം ഈ ശബരിമല തീവട്ടിക്കൊള്ളയും ഭരണകൂട വിരുദ്ധ വികാരങ്ങളുമെല്ലാം ഈ രാഹുൽ വിഷയത്തിൽ ഡൈലൂട്ടായി പോയി എന്നാണ്. അപ്രകാരം സംഭവിച്ചാൽ നാളെ UDF ചരിത്രത്തിൽ ഇല്ലാത്ത വിധം ഒരു വിജയം ഉണ്ടായില്ലെങ്കിൽ, ഒരു നേട്ടമുണ്ടായില്ലെങ്കിൽ, ഇടതുപക്ഷത്തിന് കനത്ത പരാജയം, സകലയിടത്തും കനത്ത തോൽവി ഏറ്റുവാങ്ങിയില്ലെങ്കിൽ അതിനർത്ഥം ഈ രാഹുൽ വിഷയം ഉപയോഗിച്ചുകൊണ്ട് ഇടതുപക്ഷം രക്ഷപ്പെട്ടു, രാഹുൽ ഇമ്പാക്ട് ഇടതുപക്ഷത്തെ തുണച്ചു എന്നാണ്. ഇനി നമ്മൾ ചിന്തിക്കേണ്ടുന്നത് ഇതിന് ഉത്തരവാദി ആരാണ്, ഇപ്രകാരം ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തത് ആരാണ് എന്നാണ്. നമുക്കറിയാം, ഒരു അടിവസ്ത്രം കിട്ടിയാൽ ഒരു ഭരണകൂടത്തെ എങ്ങനെ അട്ടിമറിക്കാമെന്ന് കാണിച്ചു തന്ന പിണറായി സർക്കാർ ഭരിക്കുന്നു. 2016 UDF തുടർഭരണം നഷ്ടപ്പെടുത്തിയ, ഉമ്മൻചാണ്ടിയുടെ തുടർഭരണം നഷ്ടപ്പെടുത്തിയ സരിതയെ ഇറക്കി അന്ന് ഒരു പ്രതിപക്ഷം പോലെ ഒരു വിമതനായി നിന്ന ആ വി ഡി സതീശനാണ് ഈ 2026 അതിൻ്റെ മുന്നോടിയായി നടന്ന ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും വീണ്ടും UDF ഏറ്റവും പ്രതിസന്ധി ഉണ്ടാക്കിയത് എന്ന് ജനങ്ങൾ തിരിച്ചറിയണം. അറ്റ്ലീസ്റ്റ് കോൺഗ്രസ്സുകാരെങ്കിലും തിരിച്ചറിയണം. ഈ നെട്ടൂരിലെ ഈ നരാധമനെ, ഇവന്റെ ഈ പ്രവൃത്തി കണ്ടിട്ടാണ് തുടക്കം മുതൽ തന്നെ i2i ന്യൂസ് ഇയാൾ പോകുന്ന ലക്ഷ്യം തെറ്റാണ്,
ഇയാൾ പോകുന്ന ഡയറക്ഷൻ എങ്ങോട്ടാണ് എന്ന് മനസ്സിലാക്കി തന്നെയാണ് ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ മിഷൻ 60യും ഇപ്പോൾ മിഷൻ 250യും ആരംഭിച്ചത്. നാളത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് അതിൻ്റെ അടുത്ത ഒരു ലിറ്റ്മസ് ടെസ്റ്റാണ്. നമുക്കൊരു കൃത്യമായിട്ട് തരുന്ന ഒരു സൂചികയാണ് അത്. അതുകൊണ്ടും പഠിച്ചില്ല എങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ഒരു പ്രസ്ഥാനം ഇനി കേരളത്തിൽ അവശേഷിക്കില്ല. കോൺഗ്രസ് മുക്ത കേരളം ഇവിടെ യാഥാർത്ഥ്യമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഓർക്കണം, ഈ രാഹുൽ വിഷയത്തിൽ നമുക്കറിയാം, ഈ 2016 കോൺഗ്രസിന് തുടർഭരണം നശിപ്പിച്ചു. 2021 പിണറായി വിജയന് തുടർഭരണത്തിനുള്ള അവസരം ഇയാൾ ഉണ്ടാക്കി. ഈ പാർട്ടി ഇത്രയും പ്രതിസന്ധി നിൽക്കുമ്പോഴും ഈ ഉപതെരഞ്ഞെടുപ്പുകൾ വന്ന സമയത്തും നമ്മൾ ഓർത്തു വി ഡി സതീശൻ മാറി എന്ന്. കാരണം വി ഡി സതീശന് ഞങ്ങൾ പോലും ആ ഘട്ടത്തിൽ സപ്പോർട്ട് ചെയ്തു. കാരണം ഇയാൾ മൊത്തത്തിൽ ആ ഒരു വിമതൻ, ഒരു റിബലിന്റെ സ്റ്റൈലിൽ നിന്നും മാറി ചെറുപ്പക്കാരെ ചേർത്ത് നിർത്തുന്നത് നമുക്ക് കാണുവാൻ സാധിച്ചു. ആ ചെറുപ്പക്കാരെ ചേർത്ത് നിർത്തിയപ്പോൾ തന്നെ ഏറ്റവും മികച്ച വിജയം ഉണ്ടായി. അതുപോലെ തൃക്കാക്കരയിൽ അതുപോലെ ഈ ചെറുപ്പക്കാരെല്ലാം ഇറങ്ങിയാണ് ആവേശപൂർവ്വം ഉമാ തോമസിന് വേണ്ടി വർക്ക് ചെയ്തത്. അവിടെ വളരെ ടഫ് ടെറൈൻ ആയിരുന്നു. ഇടതുപക്ഷത്തിന്റെ ആ പി.ടി. തോമസ് അന്തരിച്ച ആ ഒരു ജനങ്ങളുടെ മനസ്സിൽ പി.ടിയോടുള്ള ആ ഒരു അനുകൂല തരംഗം ഉണ്ടായിരുന്നുവെങ്കിൽ പോലും കത്തോലിക്ക സഭയും LDFും ചേർന്നൊരു നെക്സസ് ഉണ്ടാക്കി അവിടെ നടത്തിയ നാടകങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. അതിനെല്ലാം പൊളിച്ചെടുക്കുവാൻ സാധിച്ചത് ആ എല്ലാവരെയും ചേർത്ത് നിർത്തിയുള്ള ഒരു പ്രവർത്തനമായിരുന്നു. ആദ്യ വിജയം അങ്ങനെ തൃക്കാക്കരയിലുണ്ടായി. അതിനുശേഷം ഉമ്മൻചാണ്ടിയുടെ മരണത്തെ തുടർന്ന് നമുക്കറിയാം, ഉമ്മൻചാണ്ടിക്ക് അത്രയും പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടും ഉമ്മൻചാണ്ടിയുടെ മകനെ പോലും അടുപ്പിക്കാതെ ഇയാൾ നിന്നു. ആ VJT ഹാളിൽ ഉമ്മൻചാണ്ടിയുടെ ആദ്യ അനുസ്മരണ യോഗം നടത്തിയപ്പോൾ പോലും ആ വേദിയിൽ ഒരു സീറ്റ് പോലും ഈ വി ഡി സതീശനും സംഘവും ചാണ്ടിയുമ്മന് വേദിയിൽ കൊടുത്തില്ല എന്ന് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇന്നും പ്രേക്ഷകർ മറക്കുവാൻ ഇടയില്ല. അതുപോലെ ചാണ്ടിയുമ്മന് പുതുപ്പള്ളിയിൽ സീറ്റ് നൽകാതിരിക്കുവാനുള്ള ശ്രമങ്ങൾ പോലും ആ സമയത്തുണ്ടായി. അതിൽ നിന്നെല്ലാം മറികടന്ന് ചാണ്ടിയുമ്മന് വേണ്ടി ആ യുവനിര ചാണ്ടിയുമ്മന് അവസരം കൊടുത്തു. അതുപോലെ ചാണ്ടിയുമ്മന് വേണ്ടി ആ യുവനിര അവിടെ നന്നായിട്ട് ആവേശപൂർവ്വം വർക്ക് ചെയ്തു. പുതുപ്പള്ളിയിലും മികച്ച വിജയം UDFന് ഉണ്ടായി. അതുപോലെ പാലക്കാട് BJPയുടെ A ക്ലാസ് മണ്ഡലം, വിജയിക്കുവാനുള്ള സകല സാധ്യതകളും ഉണ്ടായിരുന്ന ഒരു സ്ഥലം. അതുപോലെ തന്നെ LDFന്റെ കോട്ട. ഈ സ്ഥലത്ത് ഒരു മികവുറ്റ ഒരു സ്ഥാനാർത്ഥി എന്ന് ആരെന്ന ചോദ്യം ഉയർന്നപ്പോൾ രാഹുൽ മാങ്കുട്ടത്തെ അവിടേക്ക് ഇറക്കുകയും മുതിർന്ന നേതാക്കന്മാരുടെ ഇടയിൽ വലിയ വിമർശനം അല്ലെങ്കിൽ എതിർപ്പ് ഉണ്ടായിട്ട് പോലും രാഹുലിനെ അവിടെ നിർത്തുകയും അതിന്റെ ആ പ്രയോജനം നാം കാണുകയും ചെയ്തു. ചരിത്ര ഭൂരിപക്ഷത്തിൽ അദ്ദേഹം അവിടെ വിജയിച്ചു കയറി. ഒടുവിൽ നിലമ്പൂരിലും ആ യുവ ടീം ഇറങ്ങി ഉജ്ജ്വല വിജയമുണ്ടാക്കി. പക്ഷെ അതിന്റെ എല്ലാം ക്രെഡിറ്റ് ലഭിച്ച ആളാണ് ഈ വി ഡി സതീശൻ. അപ്പോൾ ആ കോൺഗ്രസിലെ ആ കടൽക്കിഴവന്മാർക്ക് അസൂയയായി ഈ തരത്തിൽ ഈ യുവനിരയെ ചേർത്ത് നിർത്തി മുന്നോട്ട് പോയാൽ തങ്ങളുടെ എല്ലാം കാര്യം കട്ട പുകയാകും. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ എല്ലാം കാര്യങ്ങൾ അവതാളത്തിലാകും. VDയും സംഘവും ഇനി കാര്യങ്ങൾ നിയന്ത്രിക്കും എന്ന അവസ്ഥയിലേക്ക് വരും എന്ന് കണ്ട് ഇതിനെ പൊളിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യം അവിടെ ഉണ്ടായി. യഥാർത്ഥത്തിൽ പിന്നെ നമ്മൾ കാണുന്നത് യഥാർത്ഥ ഒരു ത്രികോണ മത്സരം കോൺഗ്രസിലെ ഈ 3 നേതാക്കന്മാർ തമ്മിലാണ്. വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ. ഇവർ തമ്മിൽ ഉള്ള മത്സരമാണ് പിന്നീട് നമ്മൾ കാണുന്നത്. മുഖ്യമന്ത്രി ആരാകണം എന്ന ചൊല്ലി NSS ഒരു കൂട്ടരെ സപ്പോർട്ട് ചെയ്യുന്നു, ക്രൈസ്തവ സഭ മറ്റൊരു കൂട്ടരെ സപ്പോർട്ട് ചെയ്യുന്നു, SNDP ഒരു കൂട്ടരെ സപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ പല തരത്തിൽ ഇവന്മാർ തമ്മിൽ ഒരു ത്രികോണ മത്സരം. ഇവർ തമ്മിൽ ഒരു ഐക്യമില്ല എന്നൊരു സന്ദേശം പൊതുസമൂഹത്തിന് നൽകി ഇവന്മാർ തമ്മിൽ അടിക്കുന്നത് വാർത്തകളിൽ ഇടം നേടി. അതുപോലെ തന്നെ നമുക്കറിയാം, ഈ വി ഡി സതീശൻ എപ്പോഴും പ്ലാൻ B ഉള്ളയാളാണ്. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ തനിക്ക് ഒരു മന്ത്രി കസേര നൽകിയില്ല എന്ന ആ വിദ്വേഷം അദ്ദേഹം എങ്ങനെ തീർത്തു എന്ന് നമ്മൾ കണ്ടു. അതുപോലെ ഇനിയും 2026 തമ്മിലടിക്കരുത്, വേദിക്ക് ഇനിയും അവസരമുണ്ട്, അതുകൊണ്ട് 2026 താങ്കൾക്ക് അവസരമില്ല എന്ന് രാഹുൽ ഗാന്ധിയുടെ ഒരു സന്ദേശം ഇതിലേക്ക് കിട്ടുകയും അന്ന് മുതൽ തന്നെ ഇയാളുടെ പ്ലാൻ B പരിപാടി
ആരംഭിച്ചു. പിണറായിക്ക് മൂന്നാമതും തുടർഭരണം കിട്ടിയാൽ ആ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് ഒരുത്തനും വരത്തില്ല, തനിക്ക് കംഫർട്ടബിളായി അവിടെ ഇരിക്കാം, പിണറായിയുടെ സകല തട്ടിപ്പുകൾക്കും സകല തീവട്ടികൾക്കൊള്ളക്കും കമ്മീഷൻ പറ്റി സുഖമായി രാജാവിനെ പോലെ അവിടെ വാഴാം എന്ന് വീടി കരുതി. അങ്ങനെയാണ് ഇയാൾ ഇപ്രകാരം ഒരു വിപ്ലവം ആരംഭിച്ചത് എന്ന് ഞങ്ങൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് പ്രേക്ഷകർ ഓർക്കുമല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് രാഹുലിനോടൊപ്പം സന്തത സഹചാരിയായി നടന്നവന്മാരുടെ കയ്യിൽ നിന്നും രാഹുലിന് ഇത്തരം സൗഹൃദങ്ങളുണ്ടെന്നും ആ സൗഹൃദങ്ങളുടെ അർത്ഥവും വ്യാപ്തിയും എല്ലാം ഇവർ അളക്കുകയും ഇദ്ദേഹത്തിന്റെ മൊബൈലിലുള്ള ചാറ്റുകളും സന്ദേശങ്ങളും നമ്പറുകളും അടക്കം ഈ വി ഡി സതീശനും സംഘത്തിനും അടക്കം ഈ കട്ടപ്പയൻ ആളുകളും എല്ലാം ചേർന്ന് നൽകുന്നത്. അങ്ങനെ ഇവർ രാഹുലിനെ വെട്ടുവാനുള്ള പദ്ധതികൾ ആരംഭിച്ചു. യഥാർത്ഥത്തിൽ ആദ്യമേ ഇതിന്റെ ഒന്നാം ഘട്ടത്തിൽ ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇതിനെ ആളിക്കത്തിക്കുവാൻ ശ്രമിച്ചത്, നമുക്കറിയാം, നമ്മുടെ കട്ടപ്പ എന്ന് പറയുന്ന ആ യുവനേതാവ് രമേശ് ചെന്നിത്തലയുടെ വലങ്കയാണ്. അങ്ങനെ രമേശ് ചെന്നിത്തലയ്ക്കാണ് ഈ വിഷയങ്ങൾ ആദ്യം ഇയാൾ ചോർത്തി കൊടുക്കുന്നത്. അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് വീഡിയോയെ വീഴ്ത്തുവാനുള്ള ഏറ്റവും നല്ല ഒരവസരം. കാരണം വീഡിയോയുടെ വലങ്കൈയായി ഷാഫിയും ഇടതുവശത്ത് രാഹുലും ചേർന്ന് മുന്നോട്ട് പോകുമ്പോൾ ഇവന്മാരെ പൊളിക്കേണ്ടുന്നത്, ഈ ത്രയത്തെ പൊളിക്കേണ്ടുന്നത് ഏറ്റവും ആവശ്യം മുഖ്യമന്ത്രി കസേര മുഖച്ചിരിക്കുന്ന രമേശ് ചെന്നിത്തലയുടെ ആവശ്യമായിരുന്നു. അങ്ങനെ രമേശ് ചെന്നിത്തലയാണ് ആദ്യം യഥാർത്ഥത്തിൽ ഇതിന്റെ കരുക്കൾ നീക്കുന്നതും. അവസാനം ഇത് രമേശ് ചെന്നിത്തല ഇതിന്റെ അഡ്വാൻറ്റേജ് എടുത്തു കഴിഞ്ഞാൽ രമേശ് ചെന്നിത്തലയ്ക്ക് അതിന്റെ മൈലേജ് കിട്ടുമെന്ന് മനസ്സിലാക്കി വി ഡി സതീശൻ എന്ത് ചെയ്തു, ഒരു പടി മുന്നോട്ടെറിഞ്ഞു. ഇപ്രകാരം ഒരു ആരോപണം വന്നപ്പോൾ തന്നെ രാഹുലിനെതിരെ ശക്തമായ നടപടിയെടുക്കുന്നതായി ഇയാൾ പ്രഖ്യാപിച്ചു. പിന്നീട് അതുപോലെ തന്നെ വി ഡിക്ക് മറ്റൊരു കാരണം കൂടിയുണ്ട്. വി ഡിയുടെ കളിക്കുട്ടുകാരിയെയും രാഹുൽ മാങ്കൂട്ടത്തിൽ ട്യൂൺ ചെയ്യാൻ നോക്കി എന്ന ആ ഒരു വിഷമവും, അതുപോലെ തന്നെ ഇപ്രകാരമുള്ള ആ യുവതികൾക്കിടയിൽ രാഹുൽ ഒരു തരംഗമാകുന്നതും വി ഡി സതീശനെ സംബന്ധിച്ചോളം സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു. അങ്ങനെ സതീശൻ ഈ വിഷയത്തിൽ ഒരു മൈലേജ് എടുക്കുവാൻ നോക്കി. അയാൾ മുൻപന്തിയിൽ നിന്ന് രാഹുലിനെതിരെ കൊലവിളി ആരംഭിച്ചു. ആ ആദ്യഘട്ടത്തിൽ ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് രാഹുലിനെ മാറ്റി നിർത്തുക, ഒരു 5-6 മാസം വെളി നിർത്തുക, നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇവനെ ഒതുക്കി ഇല്ലാതാക്കി മാറ്റാം, അത് വളരെ ഈസിയാണെന്ന് കരുതിയാണ് അപ്രകാരം ചെയ്തത്. എന്നാൽ അപ്രകാരം ഒരു നടപടിയിലേക്ക് പോയി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് കാര്യങ്ങൾ ഉദ്ദേശിച്ചതുപോലല്ല. രാഹുലിന്റെ വേറെ ആഴത്തിലേക്ക് ഇറങ്ങിയ വ്യക്തിയാണ്. ഇന്ന് കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ ഏറ്റവും ജനഹൃദയങ്ങളിൽ ആഴത്തിൽ വേരോട്ടമുള്ള, ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു യുവനേതാവാണ്. അദ്ദേഹത്തിന്റെ ആ സംസാര ശൈലിയും പ്രവർത്തന ശൈലിയും എല്ലാം ജനങ്ങൾ ഒരു പ്രതീക്ഷ വെക്കുന്നു. നാളത്തെ ഒരു നേതാവായി ജനങ്ങൾ കോൺഗ്രസിൽ കാണുന്ന ഒരു യുവനേതാവാണ് അദ്ദേഹം എന്ന് ഇവർ മനസ്സിലാക്കി. പക്ഷേ ആ നിലപാടിൽ നിന്നും പിന്നോട്ട് പോയാൽ താൻ ഒന്നുമല്ലാതായി മാറുമെന്ന് കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് ആദ്യത്തെ 105 ദിവസം ഒരു പരാതിക്കാരി പോലും ഇല്ല. കാരണം നമുക്ക് മനസ്സിലാക്കണം, ഇത് ഇപ്രകാരം ഒരു പരസ്പര ഇഷ്ടത്തോടുകൂടിയുള്ള ഒരു ബന്ധമായിരുന്നു ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ 105 ദിവസത്തോളം ഒരു പരാതിക്കാരില്ല. ആരോപണങ്ങൾ ഉന്നയിച്ചാൽ പോലും വരാതെ കന്നു കഴിഞ്ഞപ്പോൾ ഇയാളുടെ നിലപാട് മൊത്തത്തിൽ നാറിപ്പോയി. ജനങ്ങൾ എതിരായി എന്ന് കണ്ടപ്പോൾ ഈ അവസരം ശരിക്കും കെ സി വേണുഗോപാൽ മുതലാക്കി. കെ സി വേണുഗോപാൽ എന്ത് ചെയ്തു? സംഘടനകളിലെല്ലാം പരമാവധി അയാളുടെ ആളുകളെ തിരികെ കയറ്റി. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷന്റെ സ്ഥാനത്ത് സകലരെയും കെ സിയുടെ ആളെ കൊണ്ടുവന്നു. അതുപോലെ തന്നെ മഹിളാ മോർച്ചയുടെ സ്ഥാനത്ത് അയാളുടെ വേണ്ടപ്പെട്ടവരാണ്, കർഷക കോൺഗ്രസിന്റെ അയാളുടെ വേണ്ടപ്പെട്ടവരാണ്. അങ്ങനെ സംഘടനയുടെ സകല മേഖലകളിലും ഇതയാൾ പിടിമുറുക്കി. അതുപോലെ ജംബോ കമ്മിറ്റി കൊണ്ടുവന്നു, അതിലും പരമാവധി ഇയാളുടെ ഇഷ്ടക്കാരെ തിരികെ നിർത്തി. മൊത്തത്തിൽ ഇയാൾ ഒരു ഫീൽ കൊടുത്തു, ഇനിയും കെ സി ആയിരിക്കും കേരളത്തിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്, കെ സിയോടൊപ്പം നിന്നെങ്കിലേ കാര്യമുള്ളൂ എന്നൊരു ഫീൽ ഉണ്ടാക്കി കേക്കച്ചനെ യഥാർത്ഥത്തിൽ അട്ടിമറിച്ചു. ഞാൻ ഈ പറഞ്ഞ കേക്കച്ചൻ എന്ന പേര്, വി ഡി സതീശൻ എന്ന പേര് പോലും നേതാക്കന്മാർ പോലും മറന്ന് പാർട്ടി ഓഫീസുകളിൽ കേക്കച്ചനുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു തരത്തിലേക്ക് ഇയാൾ വന്നു. അതിന് ആ ഘട്ടത്തിൽ വി ഡി സതീശന്റെ ഇതിന്റെ രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം, വി ഡി സതീശന്റെ നിലനിൽപ്പിന്റെ ഒരു പ്രശ്നമായി വന്നു രാഹുൽ വിഷയം. ഇപ്പോൾ ഈ വിഷയം നമ്മൾ ഇന്ന് കാണുന്ന തരത്തിലേക്ക് ആളി കത്തുവാൻ കാരണം എന്ന് പറയുന്നത് രാഹുൽ വിഷയം ഈ കേക്കച്ചൻ എന്ന് പറയുന്നവന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമായി. കാരണം തന്റെ നിലപാടായിരുന്നു ശരി എന്ന് വരുത്തിയില്ലെങ്കിൽ താൻ അപ്രസക്തനാവും രാഷ്ട്രീയത്തിൽ.
പാർട്ടിയിൽ വിലയില്ലാതായിപ്പോയി, എറണാകുളത്തേക്ക് മാത്രം ചുരുക്കി. അതുപോലെ തന്നെ ഇനിയും ഒരു നിലനിൽപ്പുണ്ടാകണമെങ്കിൽ, പ്രത്യേകിച്ച് പറവൂരിൽ വിജയിക്കണമെങ്കിൽ പോലും ഈ നിലപാട് തെറ്റായിരുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ രാഷ്ട്രീയ ജീവിതം തന്നെ അയാൾ പറഞ്ഞതുപോലെ ഒരു രാഷ്ട്രീയ വനവാസത്തിന് പോകേണ്ടുന്ന ഒരു അവസരം ഉണ്ടാകും. അതുകൊണ്ട് എന്ത് വില കൊടുത്തും ഇത് വിജയിപ്പിക്കുക എന്നത് വി.ഡി. സതീശന്റെ ഉത്തരവാദിത്വമായി മാറി. അങ്ങനെയാണ് ഇദ്ദേഹം എഫേർട്ട് എടുത്ത് അതിനു വേണ്ടുന്ന സകല സംവിധാനങ്ങളും ഒരുക്കി ഈ പരാതിക്കാരിയെ രംഗത്തെത്തിക്കുവാൻ വേണ്ടുന്ന സംവിധാനങ്ങൾ ഇയാൾ ഒരുക്കി. അങ്ങനെയാണ് പരാതിക്കാരിയുമായി ബന്ധപ്പെട്ട സകല വിഷയങ്ങളും അവർക്ക് പരാതി കൊടുക്കുവാൻ താല്പര്യം ഇല്ലാതിരിക്കെ അവരെ സമ്മർദ്ദത്തിലാഴ്ത്തി പുറത്തേക്ക് ചാടിച്ചതും ഈ വി.ഡി. സതീശനും സംഘവുമാണ്. സതീശനറിയാം രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഞാൻ പറഞ്ഞു, ഈ അവസരത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ആളിക്കത്തി നിൽക്കുമ്പോൾ, അതുപോലെ ശബരിമല കൊള്ളയിൽ മുഖം നഷ്ടപ്പെട്ട് നിൽക്കുമ്പോൾ ഇപ്രകാരം ഒരു വടി കൊടുത്താൽ അത് പിണറായി നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഇതുപോലെ അടിവസ്ത്രങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ച് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന പിണറായി സർക്കാരിന് ഇത് ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഇമ്പാക്ട് ഉണ്ടാകുമെന്ന് മനസ്സിലാക്കി പിണറായിയുടെ കയ്യിലേക്ക് ബാറ്റൻ കൈമാറുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ആ പിണറായിയുടെ ചടുലതയാണ്. പിണറായിയുടെ ഓഫീസിലേക്ക് ചെന്ന് ഗൂഢാലോചന നടത്തുന്നു. ഉടൻ തന്നെ പരാതി തയ്യാറാക്കി ഒരു ക്രിമിനൽ വക്കീൽ ഒരു ഡ്രാഫ്റ്റ് ചെയ്യുന്നു. അത് DGPക്ക് കൊടുക്കുന്നു. പിന്നീട് നമ്മൾ കണ്ടു വളരെ ലൈറ്റ്നിങ് സ്പീഡിൽ കാര്യങ്ങൾ ഓടി. ഒരു FIR വീഴുന്നു. FIR വന്നതോടെ രാഹുലിന് മാറി നിൽക്കേണ്ടതായി വന്നു. അങ്ങനെ അതിനെ പരമാവധി അതിന്റെ ക്ലൈമാക്സിൽ, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആ സമയത്ത് തന്നെ പരമാവധി അതിന്റെ ക്ലൈമാക്സിൽ അതിനെ ഇവർ എത്തിച്ചു. അങ്ങനെ സകല മാധ്യമങ്ങളിലും വാർത്ത നിറഞ്ഞു നിന്നു. ശബരിമലയ്ക്കുള്ള ആ പത്മകുമാറിനും സംഘത്തിനും ജാമ്യം നിഷേധിക്കപ്പെട്ടതുപോലും വാർത്തയായില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട മന്ത്രിമാരിലേക്കും ഇവരുടെ മറ്റ് പ്രധാനികളിലേക്കും തന്ത്രികളിലേക്കും ഒക്കെ എത്തേണ്ടുന്ന അന്വേഷണം ഓൾമോസ്റ്റ് ആരും ശ്രദ്ധിക്കപ്പെടാതെ വന്നപ്പോൾ അതൊക്കെ നിർജീവമായി. ചുരുക്കം പറഞ്ഞാൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ തരംഗമായി മാറിയത്, അല്ലെങ്കിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത് ഈ രാഹുൽ വിഷയമാണ് എന്ന് നമുക്ക് സംശയലേശമേ പറയാം. പക്ഷെ ഇത് ഈ കോൺഗ്രസ്സുകാരുടെ കഴിവുകേടും പിണറായിയുടെ മിടുക്കുമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഞാൻ പല പ്രാവശ്യം ആവർത്തിച്ചിട്ടുള്ള കാര്യമാണ്. ഈ പ്രകാരം ഒരു ആരോപണം വന്നപ്പോൾ നിസ്സാരമായി 1 മിനിറ്റിനകത്തുള്ള ഒരു പരാമർശം കൊണ്ട് ഇതിനെ ഇല്ലാതാക്കി കളയാമായിരുന്നു. ഇതുപോലൊരു ആരോപണം വന്നപ്പോൾ പരാതിക്കാരുണ്ടെങ്കിൽ അത് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുക, പോലീസ് അന്വേഷിക്കട്ടെ, കോടതി തീരുമാനിക്കട്ടെ, ശിക്ഷ വിധിക്കട്ടെ. അന്നേരം ഞങ്ങൾ ഇയാളെ പാർട്ടിയിൽ നിന്നും എന്നേക്കുമായി പുറത്തു കളയാം. അതല്ല എങ്കിൽ ഇടതുപക്ഷത്തിൽ ഇപ്പോൾ ഇരിക്കുന്ന സകല പെൺവേട്ടക്കാരന്മാരെയും പാർട്ടിയിൽ നിന്നും പ്രസ്ഥാനത്തിൽ നിന്നും ഒഴിവാക്കി മാതൃക കാണിച്ചാൽ ഞങ്ങളും അതേപടി തുടരാം എന്ന് പറയേണ്ടിരുന്ന സ്ഥാനത്ത് ഈ വി.ഡി. സതീശനും മറ്റുള്ളവർക്കും അത് പറയുവാൻ സാധിച്ചില്ല. കാരണം ഇയാൾ ആസൂത്രണം ചെയ്തതാണ്. എന്തുകൊണ്ടാണ് ഇയാൾ ഇത് പറയാതിരുന്നത് എന്ന് പലരും ചോദിക്കുന്നതിന്റെ കാരണം ഇതാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഇത് ആസൂത്രണം ചെയ്തത് ഈ വി.ഡി. സതീശനാണ്. അപ്പോൾ അയാൾ എങ്ങനെ പറയും? എനിക്ക് നല്ല ബോധ്യമുണ്ട് എന്ന് പറയുമ്പോൾ ഇയാൾക്കറിയാം ഇതിനെ എവിടെ കൊണ്ട് കെട്ടണമെന്ന്, ഇതിന്റെ ഓരോ സ്റ്റേജും എങ്ങനെ പോകണമെന്ന് ഇവർക്ക് കൃത്യമായിട്ടും വെൽ ഡ്രാഫ്റ്റഡ്, അതുകൊണ്ടാണ് ഇന്നലെ ഞാൻ ഇവന് പേരിട്ടത് ഡ്രാഫ്റ്റഡ് എന്ന്. വെൽ ഡ്രാഫ്റ്റഡ്, വെൽ നറേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ഇവന്റെ കയ്യിലുണ്ട്. ഇതിന്റെ എൻഡ് റിസൾട്ട് ആയിരിക്കണം എന്ന് കൃത്യമായിട്ടും തയ്യാറാക്കിയ ഒരു പ്ലാൻ ഇവന്റെ കയ്യിലുണ്ട്. അതുകൊണ്ടാണ് ഇവൻ പ്രതികരിക്കേണ്ടിരുന്ന സമയത്ത് ഇതൊന്നും പ്രതികരിക്കാതെ ഇടതുപക്ഷത്തിന് കയറി ആറാടാനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ടാക്കി ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തെ ഇതുപോലെ പ്രതിസന്ധിയിലാക്കി രാഹുലിനെ ഇതുപോലെ വ്യക്തിഹത്യ ചെയ്തത് അതുകൊണ്ടാണ്. അതുകൊണ്ട് ഇതിന്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് നമുക്ക് നാളെ അറിയാം. ഈ പിണറായി വിജയന് കനത്ത പരാജയം ഉണ്ടായില്ലെങ്കിൽ, ഇടത് സർക്കാരിന് കനത്ത പരാജയം ഉണ്ടായില്ലെങ്കിൽ അത് മനസ്സിലായിക്കോണം, ഇത് ഈ വി.ഡി. സതീശന്റെ സമ്മാനമാണ്. രാഹുലിനെ ബലിയാടാക്കി ഇട്ടുകൊടുത്തുകൊണ്ട് പിണറായിക്ക് മൂന്നാമതും തുടർഭരണം ഉണ്ടാക്കുവാനുള്ള ആ നാടകത്തിന്റെ ഇവന്റെ സംഭാവനയാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിയണം. അതുകൊണ്ട് നാളെ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്നത്, ഇടതുപക്ഷത്തിന് വോട്ട് കൂടുന്നുണ്ടെങ്കിൽ, ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ അവരുടെ ആ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ UDFന് ഒരു വെല്ലുവിളി ഉയർത്തിയില്ല എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോണം, ഇത് വി.ഡി. സതീശന്റെ സംഭാവനയാണ് പിണറായി വിജയന്. ഈ വി.ഡി. സതീശൻ എന്ന് പറയുന്ന ഈ ഒരൊറ്റ തെമ്മാടി ഈ രാഹുലിനെ ഒരു ഇരയാക്കി ഇട്ടുകൊണ്ട് നടത്തിയ ഈ നാടകത്തിന്റെ റിസൾട്ടാണ് അതെന്ന് നമ്മൾ മനസ്സിലായിക്കോണം. എന്നാൽ UDFന് വിജയമുണ്ടായാൽ മനസ്സിലായിക്കോണം, ജനങ്ങൾ അത്രത്തോളം ഈ പിണറായി സർക്കാരിനെ വെറുക്കുന്നു,
ഏത് കുറ്റിച്ചൊല്ലിനെ നിർത്തിയാലും ഒരു വിജയിക്കാൻ പറ്റാവുന്ന അത്രത്തോളം ജനങ്ങളുടെ ഒരു മാനസികാവസ്ഥ, അത്രത്തോളം ഒരു ആന്റി ഇൻക്യുബൻസി ഫാക്ടർ ഇവിടെ നിലവിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനുള്ള ഏറ്റവും നല്ലൊരു അവസരമാണ്. അതിനെ വീണ്ടും ഇത് കളഞ്ഞു കുളിക്കാതെ ഇപ്രകാരമുള്ള തേൻകണികൾ ഒരുക്കി സ്വന്തമായി പാർട്ടിക്ക് കുഴി തോണ്ടാതെ മുന്നോട്ട് പോകണം എന്നുള്ളൊരു സന്ദേശമായിരിക്കും അത് ഈ UDF നൽകാനുള്ളത്. അതുകൊണ്ട് ആ ഇമ്പാക്റ്റ് എന്താണെന്ന് നമുക്ക് അറിയുവാൻ, രാഹുൽ ഇമ്പാക്റ്റ് എന്താണെന്ന് അറിയുവാൻ ഇനി ഏതാനും മണിക്കൂറുകൾ കൂടി മാത്രം നമ്മൾ കാത്തിരുന്നാൽ മതി. അതുപോലെ തന്നെ കോൺഗ്രസ്സുകാർ യഥാർത്ഥത്തിൽ രാഹുലിന്റെ വില മനസ്സിലാക്കിയത് ഇപ്പോഴാണ്. ഇപ്പോഴും ഈ തിരഞ്ഞെടുപ്പുകൾക്ക് ശേഷം പോലും ഇവർ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന് ഇവർ അവകാശപ്പെടുമ്പോൾ പോലും രാഹുലിനെ കുറിച്ചാണ് നമ്മുടെ മാധ്യമപ്രവർത്തകർക്ക് ചോദിക്കേണ്ടതും ജനങ്ങൾക്ക് അറിയേണ്ടുന്നതും. ഇപ്പോഴും രാഹുൽ അത് നിറഞ്ഞു നിൽക്കുന്നു. ഇവന്മാർ എന്തെങ്കിലും തരത്തിലുള്ള ഇവന്മാരുടെ ഈ ചെയ്തികൾ കൊണ്ട് ഈ രാഹുലിനെ വേട്ടയാടുവാൻ ശ്രമിക്കുന്നത് കണ്ട് i2 ന്യൂസ് എനിക്ക് തോന്നുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ജനങ്ങളോട് സംസാരിച്ചിട്ടുള്ള ആളാണ് ഞാൻ. കഴിഞ്ഞ ഏതാണ്ട് 120 ദിവസത്തിലധികമായി ഞാൻ 10,000-കണക്കിന് ആളുകളുമായിട്ട് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഫോൺ കോളുകൾ കേരള ചരിത്രത്തിൽ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൈകാര്യം ചെയ്തേക്കുന്ന ആൾ ഞാനായിരിക്കും. എനിക്ക് കാരണം ഞങ്ങൾക്ക് പോലും കൈകാര്യം ചെയ്യാൻ വയ്യാത്ത അത്ര കോളുകളും മെസ്സേജുകളും ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് ഞങ്ങൾ i2 ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ് എന്ന ഒരു സെഗ്മെന്റ് തന്നെ ആരംഭിച്ച് കഴിഞ്ഞ 120 ദിവസമായി ജനങ്ങളുടെ പ്രതികരണങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ നിന്നെല്ലാം ജനങ്ങൾ പറയുന്നത് ലോകമെമ്പാടുമുള്ള ആ കോൺഗ്രസ് പ്രവർത്തകർ, പതിറ്റാണ്ടുകളായി കോൺഗ്രസിന്റെ അനുഭാവികളായിരുന്നവർ വളരെയേറെ വേദനയോടെയാണ് ഞങ്ങളോട് പറഞ്ഞത്, ഈ പ്രസ്ഥാനത്തെ ഞങ്ങൾ വെറുക്കുന്നു, ഈ VD സതീശൻ എന്ന് പറയുന്ന ഈ നരാധമൻ ഈ പാർട്ടിയെ നശിപ്പിക്കും, ഇവന്റെ ചെയ്തികളിൽ ഞങ്ങൾ വളരെയേറെ വിഷമത്തിലാണ്, വോട്ട് ചോദിക്കാൻ വന്നാൽ പോലും ഇവന്മാരെ ഞങ്ങൾ വീട്ടിൽ കയറ്റില്ല, ഞങ്ങൾ വോട്ട് ചെയ്യാൻ പോകില്ല, ഞങ്ങൾ ഈ പ്രസ്ഥാനത്തെ വെറുത്തു, ഇനിയും ഞങ്ങൾ ശത്രുക്കൾക്ക് വോട്ട് ചെയ്താൽ പോലും യാതൊരു നിവൃത്തിയുമില്ല പിണറായിക്ക് വോട്ട് ചെയ്യാൻ, നോട്ടയ്ക്ക് വോട്ട് ചെയ്താൽ പോലും ഞങ്ങൾ ഈ കോൺഗ്രസിന് ചെയ്യത്തില്ല, കാരണം ഈ VD സതീശൻ എന്ന് പറയുന്ന ഈ വൃത്തികെട്ടവനെ ഞങ്ങൾക്ക് ഇഷ്ടമല്ല, രാഹുലിനെ ആ വേട്ടയാടുന്നെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞ് 10,000-കണക്കിന് ആളുകൾ പ്രതികരണങ്ങൾ ഞങ്ങളെ അറിയിച്ചു. അപ്പോൾ നാളെ ഈ കോൺഗ്രസിനുണ്ടാകുന്ന, അതല്ലെങ്കിൽ അതിനേക്കാൾ ഈ കോൺഗ്രസിനുണ്ടാകുന്ന ആ വിജയപരാജയങ്ങളുടെ പ്രധാനപ്പെട്ട കാരണം ഈ രാഹുലിന് നേരെ ഇവർ നടത്തിയ ഈ കുൽസിത പണികളാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു എന്നതിൻ്റെ ഏറ്റവും നല്ല തെളിവായിരിക്കും നാളത്തെ ആ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ. അതുകൊണ്ട് ഇത് കൃത്യമായ ഒരു സന്ദേശമാണ് ഇത് കോൺഗ്രസ് പ്രസ്ഥാനത്ത് നൽകുന്നത്. രാഹുലിനെ അങ്ങനെ നിങ്ങൾക്ക്, കാരണം ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഇത്രത്തോളം ത്യാഗം അനുഭവിച്ച, പോലീസിന്റെ അടി കൊണ്ട ജയിലിൽ പോയ ഈ യുവ നേതാവിനെ ഇതുപോലെ നശിപ്പിക്കുവാൻ ഇട്ടുകൊടുത്തിട്ട് ആദ്യഘട്ടത്തിൽ VD സതീശനെതിരെയായിരുന്നു ജനങ്ങളുടെ ആ ഒരു പ്രതിഷേധം. അന്നേരം അതിൻ്റെ ആ ചൂട് കണ്ട് എന്ത് ചെയ്തു, അതിൻ്റെ രണ്ടാം ഘട്ടമായപ്പോഴത്തേക്കും ഇദ്ദേഹം മുന്നിൽ നിന്നും പിന്മാറി. എന്നിട്ട് ഈ അവിഹിത കേസിന് മഞ്ചേരി കോടതിയിൽ പിടിച്ച് നൂൽബന്ധമില്ലാതെ പിടിച്ചുകൊണ്ടുപോയി കോടതിയിൽ ഹാജരാക്കിയ ഉണ്ണിത്താനെയും, അതുപോലെ തന്നെ KPCC അധ്യക്ഷന്റെ ഓഫീസ് പോലും വ്യഭിചാരശാലയാക്കിയ കിങ്ങിണിക്കുട്ടൻ എന്ന് പറഞ്ഞ ആളുകൾ അധിക്ഷേപിച്ച ഈ പ്രസ്ഥാനത്തെ ഏറ്റവും വലിയ നാണം കെടുത്തിയ, സമാന്തര പാർട്ടി ഉണ്ടാക്കി പാർട്ടിയിൽ നിന്നും പുറത്തുപോയി അവസാനം ഒരു 3 രൂപ മെമ്പർഷിപ്പിന് വേണ്ടി കരഞ്ഞു യാചിച്ച മുരളീധരനെ മുന്നിൽ നിർത്തി ഇയാൾ നടത്തിയ പ്രസ്താവനകളും എല്ലാം ജനങ്ങൾ മനസ്സിലാക്കി. ഇതിന്റെ എല്ലാം പിന്നിൽ ആ കേക്കച്ചനാണെന്നുള്ള യാഥാർത്ഥ്യം ജനങ്ങൾ തിരിച്ചറിഞ്ഞു. പക്ഷെ അതെല്ലാം അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസിന് വിപരീത ഫലം ഉണ്ടാക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നാളത്തെ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ നാളെ ഇവന്മാർ രാഹുൽ വിഷയം പറഞ്ഞ് ഒരു മുൻകൂർ ജാമ്യം എടുക്കുവാൻ സാധ്യതയുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് സമയത്തുണ്ടായ ഈ പ്രശ്നങ്ങളെല്ലാം ഇവന്മാർക്ക് നാണംകെട്ട പരാജയം ഉണ്ടാകുന്ന സ്ഥലങ്ങളിലെല്ലാം ഇവന്മാർ പറയും അത് രാഹുലാണ് പാർട്ടിക്ക് ഈ പ്രതിസന്ധി ഉണ്ടാക്കിയതെന്ന്. എന്നാൽ ജനങ്ങൾ തിരിച്ചറിയണം, ഇത് രാഹുൽ ഉണ്ടാക്കിയ പ്രതിസന്ധി അല്ല. രാഹുലിനെ ക്രൂശിക്കുന്നത് കണ്ട്, രാഹുലിനെ വേട്ടയാടുന്നത് കണ്ട് കോൺഗ്രസ്സുകാർ പോലും ഇവന്മാർക്ക് വോട്ട് ചെയ്യാതെ പോയതാണ്. അത് ഇവന്മാരോടുള്ള പ്രതിഷേധമാണ്. ഞങ്ങൾ ജനങ്ങളോട് ആഹ്വാനം ചെയ്തിരുന്നു, ഈ ഇവന്മാർ നേതൃത്വം കൊടുക്കുന്ന സ്ഥലങ്ങളിൽ കോൺഗ്രസിന് കനത്ത പരാജയം ഉണ്ടാക്കണമെന്ന് ഞങ്ങൾ ജനങ്ങളോട് ആഹ്വാനം ചെയ്തിരുന്നു. അത് എത്രത്തോളം ജനങ്ങൾ കൈക്കൊണ്ടു എന്ന് നാളെ നമുക്ക് അറിയുവാൻ സാധിക്കും. അതുപോലെ 13-ാം തീയതി ആ രാഹുൽ ഇമ്പാക്ട് എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് അത് തെരഞ്ഞെടുപ്പിനെ എത്രത്തോളം സ്വാധീനിച്ചു എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതുപോലെ 15-ാം തീയതി രാഹുലിന്റെ കാര്യത്തിലും വളരെ നിർണായകമാണ്. ബഹുമാനപ്പെട്ട കോടതി ആദ്യ കേസിൽ വാദം കേൾക്കും.
എന്തായിരിക്കും വിധി പ്രസ്താവിക്കുന്നത് എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ഈ രണ്ടാമത്തെ വ്യാജ കേസിലും അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യം റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് അവർ ഹൈക്കോടതിയെ പോകും. അതും തിങ്കളാഴ്ച ലിസ്റ്റ് ചെയ്യുവാൻ സാധ്യതയുണ്ട്. അന്നേരം ഈ രണ്ട് കേസുകളിലും ബഹുമാനപ്പെട്ട കോടതിയുടെ നിലപാട് എന്താണ് എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കാരണം രാഹുലിനെ സംബന്ധിച്ചോളം ഇപ്പോഴും തല ഉയർത്തി നിൽക്കുവാൻ സാധിക്കുന്നത് ഇവന്മാരുടെ എല്ലാം ആരോപണങ്ങൾ പ്രാഥമികമായി തന്നെ അത് തെറ്റാണ് എന്ന് തെളിയിക്കുന്നതായിരുന്നു കോടതിയുടെ ആ ഉത്തരവ്. ചരിത്രത്തിൽ ഇന്നുവരെ ഉണ്ടാകാത്ത വിധത്തിൽ കഴിഞ്ഞ 4 മാസത്തോളമായി തുടർച്ചയായി മാധ്യമങ്ങളിലൂടെ വിചാരണ നടത്തുകയും അദ്ദേഹത്തെയും കുടുംബത്തെയും തേജോവധം ചെയ്യുകയും ചെയ്ത ഒരു വധശിക്ഷയേക്കാൾ എനിക്ക് തോന്നുന്നു ഇതിനേക്കാളും വലിയത് ഒരു വധശിക്ഷ വിധിക്കുന്നതായിരുന്നു. അതിലും വലിയ ശിക്ഷകൾ നൽകിയ ആ രാഹുലിനെ ഈ രാഷ്ട്രീയ പ്രേരിതമായി നടത്തുന്ന ഈ വേട്ടയാടലിന് ബഹുമാനപ്പെട്ട കോടതിയും കൂട്ടുനിൽക്കുമോ എന്ന് നമുക്ക് 15-ാം തീയതി കണ്ടറിയാം. എന്തു തന്നെയാണെങ്കിലും ഇത് കോടതിയിൽ നിൽക്കില്ല എന്നത് കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് മനസ്സിലാക്കിയാണ് ഇവന്മാർ ഈ മാധ്യമങ്ങളെ വിലക്കെടുത്ത് ഇപ്രകാരം ഒരു വേട്ട നടത്തിയത്. നാളെ നമുക്കൊരു കാര്യം ഉറപ്പിക്കാം. രാഷ്ട്രീയ കേരളത്തിൽ അത് തദ്ദേശ തെരഞ്ഞെടുപ്പാണെങ്കിലും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും രാഹുലിനെ മാറ്റി നിർത്തി ഒരടി ഇവന്മാർക്ക് മുന്നോട്ട് പോകുവാൻ സാധ്യതയില്ല. കാരണം ഒരു രാഹുൽ ഫാക്ടർ കേരള രാഷ്ട്രത്തിൽ ഉണ്ടാവും. അന്നേരം ആ രാഹുലിനെ ഇവർക്ക് ഇപ്രകാരം വ്യക്തിഹത്യ ചെയ്ത് വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് മാറ്റി നിർത്താൻ സാധിക്കില്ല. ആ രാഹുൽ ഇമ്പാക്ട് നമുക്ക് നാളെ അറിയാം. ആ രാഹുൽ ഇമ്പാക്ട് നാളെ കൊണ്ട് തീരുന്നതല്ല. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഗതി പോലും നിർണ്ണയിക്കാൻ പോകുന്നത് ആ രാഹുൽ ഇമ്പാക്റ്റ് ആണ് എന്ന് നമുക്ക് സംശയലേശമിന്നെ പറയാം. അതിന് ഏറ്റവും വലിയ അതിന്റെ ഇമ്പാക്ട് അനുഭവിക്കാൻ പോകുന്നത് ഈ കേക്കച്ചൻ എന്ന ആ വി.ഡി. സതീശനാണ്. ഇപ്പൊ ദിലീപ് വിഷയത്തിൽ നമുക്കറിയാം, ആ നടിക്കെതിരെയുള്ള ആക്രമണത്തിൽ ആസൂത്രണം ചെയ്ത അവൻ സമർത്ഥമായി രക്ഷപ്പെട്ടു. രാഹുൽ വിഷയത്തിൽ ഇതിന്റെ എല്ലാം പിന്നിലിരുന്ന് ആസൂത്രണം ചെയ്ത ഇതിന്റെ സൂത്രധാരൻ, ഇതിന്റെ ഡ്രാഫ്റ്റച്ചൻ, ആ ഒതുക്കീശൻ, അവൻ ഇതൊന്നും ജനങ്ങൾ തിരിച്ചറിയുന്നില്ല എന്നറിഞ്ഞ് അവൻ വളരെ ഇൻവിസിബിൾ ആയിട്ട് പാലിൽ പഞ്ചസാര കലക്കി ഇതുപോലെ അലിഞ്ഞു ചേർന്ന് ഇവനെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല എന്ന് ആ മിഥ്യാധാരണയോടുകൂടി ഇവൻ മുന്നോട്ട് പോവുകയാണ്. അതിനുവേണ്ടിയാണ്, അത് ജനങ്ങളിൽ എത്തിക്കുവാൻ വേണ്ടിയാണ് മിഷൻ 250 എന്ന ക്യാമ്പയിൻ ഞങ്ങൾ ആരംഭിച്ചത്. അതിന്റെ 61-ാം ദിനമായി ഇന്ന് ഞങ്ങൾ പറയുന്നു, ഈ വി.ഡി. സതീശനെ ഈ രാഹുൽ ഇമ്പാക്ട് തകർത്ത് കളയും. പറവൂരിൽ കെട്ടിവെച്ച കാശ് പോലും കിട്ടാത്ത രീതിയിൽ വി.ഡി. സതീശൻ തോൽക്കുന്ന ഒരവസ്ഥ ഇവിടെ ഉണ്ടാകും. അതായിരിക്കും രാഹുൽ ഇമ്പാക്ട്. അന്നേരം അതിനായി നമുക്ക് കാത്തിരിക്കാം. അന്നേരം ഏതായാലും ഇനിയും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിധി അറിയുവാൻ ഏതാനും മണിക്കൂറുകൾ മാത്രം. ആ വിധി പ്രസ്താവിക്കപ്പെടുമ്പോൾ, അതിന്റെ തെരഞ്ഞെടുപ്പ് പുരോഗമിച്ച് അതിന്റെ ഫലപ്രഖ്യാപനം വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക രാഹുൽ ഇമ്പാക്ട് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അനുമാനിക്കാൻ സാധിക്കും. ഇത് കോൺഗ്രസിലെ ഓരോ പ്രവർത്തകർക്കുമുള്ള ഒരു സന്ദേശമാണ്. രാഹുലിനെ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിച്ചവന്മാർക്കുള്ള ഒരു മുന്നറിയിപ്പുമാണ് എന്ന് നമുക്ക് മുൻകൈ കൂട്ടി തന്നെ പറയാം. അതിന്റെ അന്തിമ വിധിക്കായി നമുക്ക് കാത്തിരിക്കാം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.